കരുണാമയീ ജഗദീശ്വരി അടിമലറിണയിൽ അഭയം തരൂ. കരുണാമയീ ജഗദീശ്വരി. അനാദിയും അനന്തവുമായ കാലത്തിൻ്റെ അളവുകോലുകൊണ്ട് ഗണനം ചെയ്യാൻ കഴിയാത്തതും ആധുനിക ശാസ്ത്രം പോലും പകച്ചു നോക്കുന്നതുമായ പ്രപഞ്ച ചൈതന്യത്തിങ്കിൽ കോടാനുകോടി ഗാലക്സികളിൽ അത്രമേൽ തന്നെയുള്ള സൗരയൂഥങ്ങളിൽ തേജോഗോളങ്ങൾ ദൃഷ്ടിഗോചരവും അല്ലാത്തവയുമായ അനേകം കോടികൾ. അവയിലൊരു സൗരയൂഥത്തിലെ നവഗ്രഹങ്ങൾക്കും നാഥനായി വർത്തിക്കുന്ന ആദിത്യദേവനെ അനുനിമിഷം പ്രദക്ഷിണം ചെയ്യുന്ന സപ്തസാഗരങ്ങളും സപ്തഗണ്ഡങ്ങളും അടങ്ങുന്ന ഭൂമി എന്ന ജീവൽ ഗ്രഹത്തിലെ ഭാരതഖണ്ഡത്തിലെ കർമ്മക്ഷേത്രമെന്ന ഋഷിപരമ്പര വിശേഷിപ്പിച്ചതായ ദക്ഷിണ ഭാരതത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഖ്യാതി നേടിയ ഭാർഗവ ക്ഷേത്രമായ മലയാളക്കരയിലെ ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന വിശേഷണാർത്ഥം വിളിക്കപ്പെടുന്ന ക്ഷീരവനം എന്ന പാലക്കാട്ടിലെ തെക്കൻ അതിർത്തി കാക്കുന്ന ആര്യാവർത്തത്തിൻ്റെ ഭാഗമായ തെന്മലയുടെ താഴ്വര ഭൂവായി അറിയപ്പെടുന്നതും നിർമ്മലവും നിഷ്കളങ്കവും വശ്യമനോഹരവും പ്രശാന്ത സുന്ദരവുമായ വണ്ടാഴി കിഴക്കേത്തറ എന്ന ഗ്രാമത്തിലെ സർവ്വലോകർക്കും സംരക്ഷകയായി വാണരുളുന്ന ലോകമാതാവായ മഹാമാരിയമ്മയുടെ തൃപ്പാദവന്ദനം ചെയ്യുവാനായി കർമ്മസാക്ഷിയായ സൂര്യൻ ഉഷസ്സിനെ ഉണർത്തി പുലർകാലത്തിൻ്റെ പുറത്തിരുന്നുകൊണ്ട് അരുണ കിരണ ശോഭയോടെ പ്രത്യക്ഷീഭവിച്ചു. അറുന്നൂറിലേറെ വർഷങ്ങൾക്കപ്പുറത്തു നിന്നും ആരംഭിക്കും വിധം അത്രമേൽ പ്രാചീനമായ ഒരു ഐതിഹ്യ പെരുമയാൽ പ്രസിദ്ധമായ പുണ്യസങ്കേതമാണ് വണ്ടാഴി കിഴക്കേത്തറ മാരിയമ്മൻ കോവിൽ. തെമ്മല താഴ്വര ഭൂവായ ഇവിടെ തഞ്ചാവൂരിൽ നിന്നും കുടിയേറിപ്പാർത്ത വെള്ളാള സമുദായ മക്കളുടെ രക്ഷകയായി ദേവി അരയിരുന്നതിന് അടിസ്ഥാനപരമായ ഒരു അവിഹിത സംഭവത്തെ ഐതിഹ്യത്തിന്റെ ആദ്യ കണ്ണിയായി ചിത്രീകരിക്കുന്നുണ്ട്. അക്കാലത്തെ അതിപ്രധാനമായ വേലാം തറവാട്ടിലെ 6 ആങ്ങളമാരുടെ അരുമപ്പെങ്ങൾ പിഴച്ചുപോയെന്ന് ഉറ്റവരും ഉടയവരും സമുദായാംഗങ്ങളും പഴിച്ചു. ദുർനിമിത്തങ്ങൾക്ക് ഒരു ഹേതു. അസ്വാഭാവികമായ ഉദരവീക്കത്തെ അബദ്ധസഞ്ചാരത്തിന്റെ അടയാളമാക്കി ആ കന്യകയെ കാനനത്തിങ്കൽ കൊണ്ടുചെന്ന് കരൾ പിളർക്കും വിധം പച്ച വടികൊണ്ട് തച്ചു കൊന്നുവെത്രേ. അന്ത്യനിമിഷത്തിൽ മഹാമായയെ അമ്മയെ വിളിച്ചു കരഞ്ഞു ആ കന്യക. ആ ശാപം നാടിനെ ഗ്രസിച്ചു. മാറാരോഗങ്ങളും ദുരിതമാരണങ്ങളും അനിഷ്ടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും സന്താനങ്ങളെ കവർന്നെടുത്തു. കന്യകാശാപം കാട്ടുതീ പോലെ പടർന്നു. പ്രതിവിധിക്കായി സമുദായ മക്കൾ ആലോചന തുടങ്ങി. ഒരു നാൾ നാടുണർന്നത് പട്ടുടുത്ത് പൊട്ടും പൂവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു തമിഴ് സ്ത്രീയെ കണി കണ്ടുകൊണ്ടായിരുന്നു. നാടിന്റെ കഥയറിഞ്ഞ അവർ നാട്ടുമക്കൾക്ക് ഒരു ഉപദേശം നൽകി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ കൈവിട്ടുവന്നതും പൂർവികരാൽ ആരാധിക്കപ്പെട്ട് തലമുറകളായി കാവലാളായിരുന്ന കൺകണ്ട ദൈവമായ സാക്ഷാൽ മാരിയമ്മയെന്ന ആ ചൈതന്യത്തെ ആവാഹിച്ച് ഈ ദേശത്ത് കുടിയിരുത്തി യഥാവിധി ആരാധിക്കുകയാണെങ്കിൽ ശാപമോക്ഷം കിട്ടും എന്നായിരുന്നു ഉപദേശം. വെള്ളാള സമുദായ അംഗങ്ങൾ പൂർവികരുടെ നാട്ടിലേക്ക് ഒരു മടക്കയാത്ര നടത്തി. കൂട്ടായ്മയുടെ പുതിയ പാഠ്യങ്ങൾ തീർത്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ലക്ഷ്യത്തിലെത്തി. കാവേരി നദീതീരത്തിലെ ഒരു പ്രാചീന കോവിലിൽ നിന്നും തങ്ങളുടെ കുലദൈവമായ മാരിയമ്മയുടെ ശക്തി സ്രോതസ്സിനെ ഒരു തിരുമുഖത്തിലേക്ക് ആവാഹിച്ച് വേലാം തറവാട്ടിലെ കാരണവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വേപ്പുമരച്ചുവട്ടിൽ കുടിവെച്ചു. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നീ മഹാവാക്യങ്ങളിലെ ചൈതന്യം ഉൾക്കൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി കൂടി ദേവി ചൈതന്യത്തെ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായ ലോകത്തിൽ ആവാഹനം ചെയ്തെടുത്ത് ഇവിടെ കുടിവെച്ച് അതിനു മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ മക്കളെ പ്രാപ്തരാക്കിയ വേലാം തറവാട്ടിലെ ആ കാരണവരെ ഇവിടെ ഇന്നും മക്കൾ കുടിയിരുത്തി കുമ്പിട്ടു വരുന്നുണ്ട് ഈ ഗുരുസന്നിധിയിൽ.